Hello everyone, welcome back to Silent Learning. It's me Jamshad. You can always call me JD. നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഷീൽഡ് ഓഫ് കറേജ് എന്നുള്ളത്. ഈ ഒരു ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ അവസാനം വരെ കണ്ടിരിക്കുക. അത് വരുന്ന ക്രിസ്മസ് എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ കാണുന്ന സമയത്ത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ ധാരാളം വീഡിയോസ് ഇതിന്റെ കംപ്ലീറ്റ് സംഭവം കാര്യങ്ങളും ഇതിൽ എക്സ്പെക്ടഡ് ഡിസ്കോഴ്സും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തിടുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ മറന്നു. നമ്മുടെ നീരജ ബാനോട് എന്റെ മോനെ പൊളി ഗേളായിരുന്നു. നമ്മുടെ സിംഗപ്പെണ്ണായിരുന്നു. ആ ഒരു ഫ്ലൈറ്റിൽ കുറച്ച് ടെററിസ്റ്റ് വന്ന സമയത്ത് ഇവരുടെ വളരെ ശക്തമായ വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ടൈമിങ്ങോട് കൂടിയുള്ള ഇടപെടൽ കൊണ്ട് ധാരാളം ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. മാത്രമല്ല ഇവരുടെ ജീവൻ മറ്റു കുട്ടികൾക്ക് വേണ്ടി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു ചാപ്റ്ററിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, നീരജ എന്ന് ഒരു ഫിലിം വരെ ഇറങ്ങിയിട്ടുണ്ടോ? ഭയങ്കര കിടിലം ഫിലിമാണ്. മീൻസ് ആക്ച്വലി അതിലെ ആക്ടേഴ്സിനെ പോലും റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് കാരണം? അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ഏതായാലും സെറ്റ് ആക്കാൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ അശോക ചക്ര? നമ്മുടെ നീരജ ബാറ്റിനോടിന് അശോക ചക്ര കിട്ടിയിരുന്നു. എന്താണ് ഈ അശോക ചക്രയുടെ പ്രത്യേകത? ഓക്കെ, അശോക ചക്ര ഇസ് ഇന്ത്യസ് ഹൈയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാലൻട്രി അവാർഡുകൾ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ കുറെ ഗാലൻട്രി അവാർഡുകൾ ഉണ്ട്. കീർത്തി ചക്ര, അശോക ചക്ര, അതിൽ ഏറ്റവും വലുതാണ് പീസ് ടൈം ഗാലൻട്രി അവാർഡാണ്. യെസ്, അതുപോലെ തന്നെ വാർ ടൈം ഗാലൻട്രി അവാർഡ് ഉണ്ട്. അതിൽ പീസ് ടൈം ഗാലൻട്രി അവാർഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് അശോക ചക്ര. പ്രസന്റഡ് ടു ഇൻഡിവിജ്വൽസ് ഹൂ ഷോ എക്സ്ട്രാർഡിനറി ബ്രേവറി. അതായത് അസാന്നിധ്യമായ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായ, ദാറ്റ്സ് എ വേർഡ്, ഓക്കെ, അസാധാരണമായ ധൈര്യം കാണിക്കുന്ന ഓരോ വ്യക്തികൾക്കാണ്. ആൻഡ് സെൽഫ് സാക്രിഫൈസ്, സ്വയം ത്യാഗം ചെയ്യുന്നതും, സ്വന്തം സെൽഫ്ലെസ് എന്നൊക്കെ പറയാൻ പറ്റും. നമ്മളെ സ്വന്തം ശരീരത്തിനേക്കാളും മറ്റുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കുന്നതും അങ്ങനത്തെ ബ്രേവറി കാണിക്കുന്നവർക്കാണ് ഇത് കൊടുക്കുക. സിറ്റുവേഷൻസ് നോട്ട് ഇൻവോൾവിംഗ് ഡയറക്റ്റ് കോമ്പാക്ട്, അതായത് യുദ്ധങ്ങളിൽ എന്തായാലും അതൊരു വാർ ടൈം പീസ് ഗാലൻട്രി അവാർഡ് കൊടുക്കും. ഇതല്ലാത്ത മറ്റുള്ളവരെ രക്ഷിക്കുക, അതായത് മുങ്ങിച്ചാവാൻ പോകുന്ന ആൾക്കാരെ രക്ഷിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവല്ലോ. ഓക്കെ, അതിനൊക്കെ കൊടുക്കുന്ന ഒരു അവാർഡാണ് അശോക ചക്ര എന്നുള്ളത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് നീരജസ് ഏർലി ലൈഫ്? നീരജയുടെ ഏർലി ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഓക്കെ, നീരജ വാസ് ബോൺ ഓൺ 7th September 1963 in ചണ്ഡീഗഡിലെ 1963 സെപ്റ്റംബർ 7 ആണ് അവൾ ജനിച്ചിട്ടുണ്ടായിരുന്നത്. when she grew up in a loving and supporting family, അവള് വളർന്നൊക്കെ എന്താണ് വളരെ ലവിങ്, സ്നേഹനിധിയായിട്ടുള്ള, അതുപോലെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയാണ്. ഷി സ്റ്റാർട്ടഡ് ഹർ കരിയർ ആസ് എ മോഡൽ. സ്റ്റാർട്ടിങ് അവൾ എന്തായിരുന്നു? ഒരു മോഡൽ ആയിട്ടായിരുന്നു അവളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അവർ എന്താക്കി മാറിയത്? നേരെ ഈ ഒരു ഫ്ലൈറ്റ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ എയറോസ്റ്റസ് മേഖലയിലേക്ക്, സ്റ്റ്യൂവേർഡ് മേഖലയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വാളിറ്റീസ് ഓഫ് നീരജ ഹെൽപ്ഡ് ഹെർ ബിൽഡ് എ റെപ്യൂട്ടേഷൻ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി? ഈ ഒരു എയർലൈൻ ഇൻഡസ്ട്രിയിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ, ഭയങ്കര റെസ്പെക്ട് നേടിയെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്? അതുപോലെ തന്നെ, ഡു യു തിങ്ക് സച്ച് ക്വാളിറ്റീസ് ആർ നെസസറി ടു സ്കെയിൽ ദ ഹൈറ്റ്സ് ഓഫ് ദ സക്സസ്? ഒരാളുടെ സക്സസ് അളക്കാൻ ഇത്രയും ക്വാളിറ്റീസ് അത്യാവശ്യമാണോ? വൈ? എന്തുകൊണ്ട്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം ഫ്രം ദിസ് ഓൺ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ തന്നെ നീരജ ബാനസ് ഗ്രേസ്, ഡെഡിക്കേഷൻ, confidence and calmness helped her become well respected in the airline industry. എയർലൈൻ ഇൻഡസ്ട്രിയിൽ അവൾ റെസ്പെക്റ്റഡ് ആവാൻ കിട്ടിയ ആ കാരണങ്ങൾ ഏതൊക്കെയാ? നോട്ട് ചെയ്തോ? ഇതിൽ കുറച്ചുണ്ടെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, സെറ്റ് ആക്കണം. യെസ്, ആ ഒരു ഗ്രേസ് ഉണ്ട്, നന്ദി, ഡെഡിക്കേഷൻ ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, കാംനെസ് ഉണ്ട്. ഇതൊക്കെ വല്ലാത്ത ക്വാളിറ്റീസ് ആണ്. ഒരു ഇവൻ മോഡൽ ആണെങ്കിൽ കൂടി ഇത്രയും വലിയ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയ്ക്ക് നമുക്ക് ഇത്രയും ക്വാളിറ്റീസ് ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഷീ വാസ് നോൺ ഫോർ ബീയിങ് പ്രൊഫഷണൽ ആൻഡ് സീരിയസ് അബൌട്ട് ഹർ വർക്ക്. അവളുടെ ജോലിക്ക് ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കും, അത്രയും പ്രൊഫഷണൽ ആയിരിക്കും അവളുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവളുടെ വർക്ക് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുക. വെറുതെ അവിടെ ഇരുന്ന് സമയം പോക്കുക എന്നതിലുപരി അവളുടെ വർക്ക് ഒക്കെ വളരെ സീരിയസ് ആയിട്ടാണ് അവൾ ഏറ്റെടുക്കുന്നത്. ദിസ് ക്വാളിറ്റീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ അച്ചീവിംഗ് സക്സസ്. ഇതൊക്കെ സക്സസ് ഉണ്ടാവണമെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ 9th സ്റ്റാൻഡേർഡിന്റെ എക്സാമിൽ, മീൻസ് ആക്ച്വലി ക്രിസ്മസ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ, ആ ഒരു സക്സസിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് വേണം?
സീരിയസ് ആയിട്ട് പഠിക്കണം, അത്ര തന്നെ. ബീയിങ് നല്ല പ്രാക്ടീസ് വേണം, ദാറ്റ്സ് ഓൾ. ബീയിങ് ഡെഡിക്കേറ്റഡ് ആൻഡ് കോൺഫിഡൻറ്റ് ഹെൽപ്പ് പീപ്പിൾ ട്രസ്റ്റ് യു. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയാൽ, അതുപോലെ തന്നെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, യെസ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കും. നമ്മൾ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തവരായിട്ട് ഇങ്ങനെ അയഞ്ഞാടി നടന്നു കഴിഞ്ഞാൽ ഒന്നും എന്നെ കൊണ്ട് നടക്കുമോ ചെയ്യുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുക, നോ. നമുക്ക് മറ്റുള്ളവർ ഉപദേശിക്കാൻ കഴിയും, നോ. ആൻഡ് സ്റ്റേയിങ് കാം ഹെൽപ്പ് യു ഹാൻഡിൽ ടഫ് സിറ്റുവേഷൻ ബെറ്റർ. അതായത് നമ്മുടെ ധോണിയൊക്കെ പോലെ ഭയങ്കര കൂളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് ടഫ് സിറ്റുവേഷൻ നമുക്ക് എന്താക്കാൻ പറ്റും, വലിയ സിറ്റുവേഷൻ പോയി ബേജാറാവല്ല വേണ്ടത്. ഹൗ ടു സോൾവ് ദിസ് ഇഷ്യൂ എന്നിങ്ങനെ ചിന്തിച്ചു കൊടുക്കുക, കാം ആയിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദി ഡിമാൻഡ്സ് ഓഫ് ദി ഹൈജാക്കേഴ്സ്? അവിടെ ടെററിസ്റ്റ് വന്നു. എവിടെ? നമ്മുടെ ഫ്ലൈറ്റിൽ ടെററിസ്റ്റ് കയറിയപ്പോൾ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? ആ ഡിമാൻഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കാര്യം, ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നുകൂടി റിവിഷൻ ബാച്ചിലൂടെ അല്ലെങ്കിൽ റിവിഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ നിഞ്ച ബാച്ച് ഉണ്ട്. ആ ബാച്ചിന്റെ എമൗണ്ട് 2,999 നിന്ന് 1,499 നമ്മൾ ചുരുക്കിയിരിക്കുന്നു. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമും ഇനി വരാനിരിക്കുന്ന ആനുവൽ എക്സാം കഴിയുന്നത് വരെയുള്ള ഈ ഒരു അക്കാഡമിക് കഴിയുന്നത് വരെയുള്ള സപ്പോർട്ട് സൈലം നൽകുന്നതായിരിക്കും. ലിമിറ്റഡ് സീറ്റ് ആണ്, ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. കാരണം ക്രിസ്മസ് എക്സാം ക്രിസ്മസ് എക്സാം കഴിയുന്നതോട് കൂടിയിട്ട് ഈ ഓഫർ എൻഡ് ആവുകയും ചെയ്യും. സോ ഈ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബാച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റീസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, ഇൻസ്റ്റന്റ് ആയ സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. മാത്രമല്ല നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മളൊരു ഒരു ക്രിസ്മസ് എക്സാം ഒരു മോഡൽ ക്രിസ്മസ് എക്സാം നമ്മൾ സൈലത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്മസ് എക്സാമിൽ പങ്കെടുക്കാൻ പറ്റും. സൈലം നടത്തുന്ന എക്സാമിൽ നടത്താൻ പറ്റും. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഏകദേശം അതേ സ്ട്രക്ചറിലായിരിക്കും, അതേ മോഡലായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സെറ്റ് ആക്കുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക, സെറ്റ് ആക്കുക, പവർ ആക്കുക. ഓക്കെ, ഇത്രയും പ്രൈസ് ഇനി കുറയാൻ സാധ്യത ഒരു നിലക്കും സാധ്യതയില്ല ഇനി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം പക്കാ കളറാക്കാം. നെക്സ്റ്റ് വൺ, നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അവരുടെ ഡിമാൻഡ് എന്നുള്ളതാണ്. ഹൈജാക്കേഴ്സിന്റെ ഡിമാൻഡ് എന്തായിരുന്നു എന്നുള്ളതാണ്. ദ ഹൈജാക്കേഴ്സ് ഡിമാൻഡഡ് ദ റിലീസ് ഓഫ് ദ സർട്ടൻ പ്രിസണേഴ്സ്. അവിടെ കുറച്ച് പ്രിസണേഴ്സ് ഉണ്ട്. എവിടെ? അമേരിക്കയിൽ കുറച്ച് ജയിൽ പുള്ളികളുണ്ട്, അവരെ റിലീസ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹൗ ഡിഡ് നീരജ ബാനോഡ് പ്രിവെന്റ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ദ ഐഡന്റിഫൈങ് അമേരിക്കൻ പാസഞ്ചേഴ്സ്? അമേരിക്കൻ പാസഞ്ചേഴ്സിനെ അവരെ തിരിച്ചറിയുന്നതിൽ നിന്ന് എങ്ങനെയാണ് ഹൈജാക്കേഴ്സിനെ അവരെ തടഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രിവെന്റ് എന്ന് പറഞ്ഞാൽ തടിക. നീരജ ബാനോഡ് എങ്ങനെയാണ് അവരെ തടഞ്ഞത്? അല്ലെ, മെയിൻ ആയിട്ട് പാസ്പോർട്ടാണ് അവരെ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ. നീരജ ബാനോഡ് ക്ലെവർലി ഹിഡ് ദ പാസ്പോർട്ട് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്. അമേരിക്കൻ പാസഞ്ചേഴ്സിന്റെ ഒക്കെ പാസ്പോർട്ട് എടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ചു. ടു പ്രിവെന്റ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ദ ഐഡന്റിഫൈങ് ദം. അവരെ ഹൈജാക്കേഴ്സ് അവർ അമേരിക്കക്കാരാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാസ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് ഒളിപ്പിച്ചു വെച്ചു. ഏതായാലും ഐഡിയ, ഏതാ നേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു. ഇവിടെ ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. യെസ്, സെറ്റ് ആക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത് ഉറപ്പാണ്. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് ദ ഹൈജാക്കേഴ്സ് ഓപ്പൺ ഫയർ ഓൺ ദ പാസഞ്ചേഴ്സ്? എന്തുകൊണ്ടാണ് ഹൈജാക്കേഴ്സ് പാസഞ്ചേഴ്സിന് നേരെ വെടിയുതിർക്കാൻ കാരണം? The hijackers become increasingly agitated and frustrated. അവർക്ക് ഒന്നായിട്ട് ടെൻഷനായി, ഫ്രസ്ട്രേറ്റഡ് ആയി, ടെൻഷനായി, അവർ ബേജാറായി അല്ലേ? when they realized that their demands were not being met. അവർ ഉദ്ദേശിച്ച ആ ഒരു ഡിമാൻഡ്, അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ജയിലുണ്ട്, അവരെ തുറന്നു വിടുക, അവരെ റിലീസ് ചെയ്യാന്നുള്ള അവരുടെ ഡിമാൻഡ് എന്താക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. ആൻഡ് സിറ്റുവേഷൻ വാസ് സ്ലിപ്പിംഗ് ഔട്ട് ഓഫ് കൺട്രോൾ. അവരുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങളൊക്കെ വിട്ടുപോവുകയാണ്. they resorted to violence in an attempt to assert control. അവരുടെ കൺട്രോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ്, വയലൻസ് തുടങ്ങുകയാണ്, അവർ വെടിവെക്കാൻ തുടങ്ങിയാണ്. ആൻഡ് സ്പ്രെഡ് ഫിയർ എമംഗ് ദി പാസഞ്ചേഴ്സ്. ആ ഒരു പാസഞ്ചേഴ്സിന്റെ ഇടയിൽ, യാത്രക്കാർക്കിടയിൽ മീൻസ് ആക്ച്വലി അവരുടെ ഭയം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വെടിയുതിർക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ടിട്ടായിരുന്നത്. ബട്ട് നെവർ worked. Okay, next one. Last question I think. How does Neeraja's family keep the memory of her sacrifice alive? എങ്ങനെയാണ് അവളുടെ ആ ഒരു വലിയ ത്യാഗത്തിന്റെ കഥ, ആ ത്യാഗത്തിന്റെ ചരിത്രം ഇപ്പോഴും നമ്മുടെ നീരജ ബാനോട്ടിന്റെ ഫാമിലി ഇപ്പോഴും നിലനിർത്തുന്നത് എങ്ങനെയാണ് അവരുടെ ആ ഒരു മെമ്മറി ഇപ്പോഴും നിലനിർത്തുന്നത് എങ്ങനെയാണ്? നീരജാസ് ഫാമിലി കീപ്സ് ഹർ മെമ്മറി അലൈവ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ദ നീരജ ബാനോട്ട് പാൻ ആം ട്രസ്റ്റ്. നീരജ ബാനോട്ട് പാൻ ആം ട്രസ്റ്റ്. പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്ലൈറ്റിന്റെ പേരാണ്, മീൻസ് ആക്ച്വലി ആ ഒരു എയർലൈൻസിന്റെ പേരാണ് പാൻ ആം എന്നുള്ളത്. അതിന്റെ ഒരു ട്രസ്റ്റ് ആണ് തുടങ്ങി. ദിസ് ട്രസ്റ്റ് ഓണേഴ്സ് ദ ലെഗസി by recognizing Indian women who fight social injustice.
സാമൂഹിക അനീതിക്കെതിരെ പൊരുതുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സഹായങ്ങൾ നൽകുന്ന അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആയിട്ട് മാറി നീരജ ബാനോട്ട് പാൻ ആം ട്രസ്റ്റ്. And airline crew members who display courage during crisis. ഇതുപോലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ ധൈര്യം കാണിക്കുന്ന എയർലൈൻ ക്രൂകൾക്ക് നൽകുന്ന അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആയിട്ട് മാറി ഈ ഒരു നീരജ ബാനോട്ട് പാൻ ആം ട്രസ്റ്റ് എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ ആണ് വേണ്ടത്, ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്, നെക്സ്റ്റ് ചാപ്റ്റർ ഏത് ചാപ്റ്ററിന്റെ ഡിസ്കോഴ്സസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്ററിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് ആണോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ഓരോ ദിവസവും വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷിന് എപ്പോഴും ചാൻസ് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ മെജോറിറ്റി ആൾക്കാർ ഏതാണോ കമന്റ് ചെയ്യുന്നത് ആ ഒരു കോണ്ടന്റ് വീഡിയോസ് ആയിരിക്കും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് നമ്മൾ വിടുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇംഗ്ലീഷിലെ ഏത് ചാപ്റ്റർ ആണ്, ആ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ആണോ, ഏതാണോ വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്ലാസ്, ഹൗ വാസ് ദ ക്ലാസ്, ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ അതും കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക. ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. Until next, bye. Thank you. It's me, Jamshad. You can always call me Cherry, signing off from Xylem Learning.